ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയിലെ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾ കേട്ടു, അത് പഠിച്ചു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിൻ്റെ കൃപ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ മേലും കർത്താവ് പകർന്നിട്ടുണ്ട്. വേഗത്തിൽ ഇന്നത്തെ സ്പോൺസറിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീന ആണ്. താങ്ക് യു ബ്രദർ ജോർജ് ആൻഡ് മെറീന. 6 വർഷത്തിന് ശേഷം അലനും റീത്തുവിനും ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകിയതിനുള്ള നന്ദി സൂചകമായിട്ടാണ്. അപ്പോൾ തന്നെ അലന് പുതിയ ജോലി ലഭിച്ചതിനുള്ള നന്ദി സൂചകവുമായിട്ടാണ്. കർത്താവ് ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് മാനിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. Welcome back to Blessing Today Morning Glory Daily Podcast. എവിടെ നിന്നാണ് നിങ്ങളിത് വാച്ച് ചെയ്യുന്നത്? ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിടണം. I want to see the place from where you are watching this or listening to this. ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്, today is going to be the last day of this podcast and I'm really happy. വലിയ സന്തോഷമുണ്ട്. ഈ 12 ദിവസങ്ങൾ സാം 23 നിന്നാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ പ്രൊഫറ്റിക് അട്രൻസസ് ഉണ്ടായി, അതിനിടയിൽ ഡെക്ലറേഷൻസ് ഉണ്ടായി, ഡിക്രീസ് ഉണ്ടായി. ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഈസ് ഗോയിങ് ടു ഗിവ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഇൻ യുവർ ലൈഫ്. കൈ 2 ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ പറയാം, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒരിക്കൽ കൂടെ, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒരിക്കൽ കൂടെ, കർത്താവിൻ്റെ ഇടയനാകുന്നു. 100 പ്രാവശ്യം പറ, കർത്താവിൻ്റെ ഇടയനാകുന്നു. ലൈവ് ചാറ്റിൽ കമൻറ്റ് സെക്ഷനിലേക്ക് ടൈപ്പ് ചെയ്യുക, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഒരല്പ അഭിമാനത്തോടെ ശക്തമായി ഉറക്കെ വിളിച്ചൊരു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. വാവ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എല്ലാവരുടെ അകത്തേക്ക് തുളച്ചു കയറട്ടെ, ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി മാറട്ടെ. പരിശുദ്ധാത്മാവത് ഹൃദയത്തിൻ്റെ മാംസപ്പലകളെ എൻഗ്രേവ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിലായി ഞങ്ങളോടൊപ്പം ഇരുന്നതിനായി പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഞങ്ങളറിയാത്ത പലതും കർത്താവ് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. എല്ലാവരും ആമേൻ പറയുക. ടേക്ക് യുവർ ബൈബിൾസ്, ടേക്ക് യുവർ നോട്ട് ബുക്സ്, ടേക്ക് യുവർ പെൻസ്. ഒരല്പം വെള്ളം എടുത്ത് വെക്കുക, റെഡിയാകുക. ബൈബിൾ നോട്ട്ബുക്ക് ഒന്നും വിശ്വസിക്കാത്തവർ ഫോണിലെങ്കിലും ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നാളുകളിൽ പ്രയോജനകരമായി മാറും. സങ്കീർത്തനങ്ങൾ 23 ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കാൻ പോകുന്നു. എന്നെ ഒറ്റയ്ക്കാക്കരുത്, ഉറക്കെ വായിക്കാം, എന്നോട് ചേർന്ന് വായിക്കാം. മനസ്സിലല്ല, ഉറക്കെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുക ഇല്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അടുത്തതാണ് ഇന്നത്തെ പീസ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദിസ് ഈസ് ദി അൾട്ടിമേറ്റ് എൻഡ്. കർത്താവിൻ്റെ ഇടയിനാന്ന് എനിക്കൊന്നും മുട്ടുണ്ടാകില്ല. അതിനിടയിൽ പാനപാത്രവും പിന്നെ പച്ചപ്പുല്ലും സ്വസ്ഥതയുള്ള വെള്ളവും വടിയും കോലും എണ്ണയും അഭിഷേകവും
ഇതെല്ലാം പറഞ്ഞു പക്ഷേ ഇതൊന്ന് അവസാനിക്കുന്ന എവിടെയാണെന്ന് നോക്കിയേ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആടിൻ്റെ ഇടയൻ്റെയും കാര്യമൊക്കെയാണ് ഒരു അനാലജിയായി പറയുന്നതെങ്കിലും the ultimate destination for me is what? The house of the Lord. The house of the Lord. കർത്താവിൻ്റെ വീടാണ്, അതിലാണ് ഞാൻ ദീർഘകാലം വസിക്കാൻ പോകുന്നത്. ദീർഘകാലം എന്ന് പറഞ്ഞാൽ നിത്യത എന്നങ്ങ് വിചാരിച്ചാൽ മതി. നിത്യകാലം വസിക്കും എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഇംഗ്ലീഷിൽ I will dwell in the house of the Lord forever. Praise God. നീ കേട്ടോ, the safest place for the sheep is the sheep pen. The safest place for the sheep is with the shepherd, in the presence of the shepherd. ഇടയൻ്റെ അടുക്കൽ, ഇടയനോട് കൂടെ, ഇടയൻ്റെ വീട്ടിൽ, ഇടയനൊരുക്കുന്ന വാസസ്ഥലത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും സേഫ്. അവിടെ ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല. ഇടയൻ വന്ന് തലോടും, ഇടയൻ വേണ്ടതെല്ലാം നൽകും. ആ ഒരു that is the apex, that is a climax, that is a pinnacle, that is the final finishing line of everything what was said. കേൾക്കുന്നുണ്ടോ? Alright. അപ്പോൾ ഈ ഒരു declaration, this is a declaration of faith that our final home will be with Jesus forever. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ഈ പറഞ്ഞ നന്മയും കരുണയും ആയുഷ്കാലം എല്ലാം അനുഭവിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വാട്ട് ഈസ് ദ ഫൈനൽ, ഏറ്റവും അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനുഗ്രഹങ്ങൾ മാത്രം തീർന്നു പോകുമോ? സ്വസ്ഥതയുള്ള വെള്ളത്തിൽ കിടന്ന് അവസാനിക്കുമോ? അല്ലെങ്കിൽ വടിയും കോലും ഒക്കെ ആശ്വസിപ്പിച്ചു, ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കി ശാപ്പാടൊക്കെ കഴിച്ചു, അവിടെ വെച്ച് തീരുകയാണോ? ഒരിക്കലുമല്ല. I will be ever in the shepherd's fold. എന്നും എന്നേക്കും ഈ ഇടയനോട് കൂടെ വാസം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ ഞാൻ എത്തിച്ചേരും. That is my ultimate aim. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രഭാതത്തിൽ ഇടയനോടുകൂടെ മേച്ചിൽ പുറത്തേക്ക് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചു. നേരത്തെ പറഞ്ഞ ഷീപ്പ് ഡോഗ്സ് പ്രൊട്ടക്റ്റ് ചെയ്തു, നന്മയും കരുണയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു, തലയിൽ എണ്ണയൊക്കെ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓർക്കേണ്ടത്, at the end of each day a good shepherd gathers his sheep into the fold to protect them from predators and dangers. എല്ലാ അപകടങ്ങളിൽ നിന്നും അപകടകാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ എല്ലാ ദിവസവും വൈകിട്ട് ഈ മേച്ചിൽപ്പുറത്ത് എല്ലാത്തിൽ നിന്നും എല്ലാ ആടുകളെയും കൊണ്ടുവന്ന് ഗ്യാദർ ചെയ്ത് അവസാനം വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു. ദിസ് ഹാപ്പൻസ് എവറി ഡേ. അവിടെയാണ് ദ ഷീപ്പ് റെസ്റ്റ് ഇൻ സേഫ്റ്റി. വളരെ സ്വസ്ഥമായി അവിടെ വിശ്രമിക്കുന്നു. knowing the shepherd is watching over them. കാരണം അവിടെ ഇടയനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാതിൽക്കലുണ്ട്, എന്താവശ്യത്തിനും ഉണ്ട്. കരഞ്ഞാൽ ഓടി വരും. Likewise, heaven is our ultimate fold. സ്വർഗമാണ് അവസാനം നമ്മൾ എത്തിച്ചേരാനുള്ള സ്ഥലം. അതിനപ്പുറത്തേക്കുണ്ട് നിത്യത. എന്നാൽ പെട്ടെന്ന് പറയുമ്പോൾ ദ ഇമ്മീഡിയറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വർഗമാണ്. The place where we will be fully secure in God's presence forever. ഈ ഭൂമിയിലെ അപകടകാരികൾ, ചെന്നായ്ക്കൾ, കുറുനരികൾ, വേട്ടക്കാർ തുടങ്ങി എല്ലാ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് ഏറ്റവും സേഫായി ഇരിക്കേണ്ട സ്ഥലം കർത്താവിൻ്റെ സന്നിധിയാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. യോഹന്നാൻ 14:2-3 വചനങ്ങൾ കാണുന്നത്, My father's house has many rooms. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. If that were not so, I would have told you that I'm going there to prepare a place for you.
അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ, അക്കോമഡേഷൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വ്യക്തതയോടെ പറയാൻ കാരണം അതുപോലെ തന്നെ ഞാൻ ചെന്ന് പണിയാൻ പോവുകയാണ്. And if I go and prepare a place for you, I will come back and take you to be with me, that you may be where I am. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ഇൻ അതർ വേർഡ്സ്, ഇടയൻ എവിടെയാണോ അവിടെ ആടുകളും കാണും, ഒരുമിച്ച് വസിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവനവരെ ആശ്വസിപ്പിക്കും. And God is going to tabernacle with his people, the redeemed ones. അങ്ങനെയല്ലേ വചനം പറയുന്നത്. കർത്താവ് താൻ വീണ്ടെടുത്ത തൻ്റെ കുഞ്ഞുങ്ങളെ, ചോര കൊടുത്ത് വാങ്ങിയ തൻ്റെ കുഞ്ഞുങ്ങളെ അവൻ ആശ്വസിപ്പിക്കുക, അവരോടൊപ്പം വസിക്കാൻ പോകുന്നു. വാട്ട് എ പ്രിവിലേജ്, വാട്ട് എ പ്രിവിലേജ്. ഇതിനു വേണ്ടിയ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നു. കുറച്ച് വെള്ളം കുടിപ്പിക്കാനും, കുറച്ച് പച്ചപ്പുല്ല് തീറ്റിക്കാനും, തലയിൽ കുറച്ച് എണ്ണ കോരി ഒഴിക്കാനും, ശത്രുക്കളുടെ മുമ്പിൽ മേശവരിക്ക് കുറച്ച് ഭക്ഷണം തീറ്റിക്കാനും ഒന്നുമല്ല. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആടുകളും ഇടയനുമായി ഒരുമിച്ച് വസിക്കുന്ന ഒരു നിത്യത വരുന്നുണ്ട്. എത്ര പേർ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കും. ഓ ജീസസ്, ജീസസ്, ജീസസ്. Revelation chapter 7 and verse number 17. For the lamb at the center of the throne will be their shepherd. He will lead them to springs of living water. വെളിപ്പാട് പുസ്തകത്തിൽ വരാനിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുക, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, for the lamb at the center of the throne. സിംഹാസനത്തിന്റെ നടുവിലുള്ള കുഞ്ഞാട് എന്തായിരിക്കും? will be their shepherd. അവനായിരിക്കും അവരുടെ ഇടയൻ. He will lead them to springs of living water. അപ്പോൾ നിത്യതയിലും ആ ജീവജലത്തിനരികിലേക്ക് അവൻ തൻ്റെ കുഞ്ഞാടുകളെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. Our final destination is eternity with Jesus. ഈ മഹാ ഇടയനോട് കൂടിയുള്ള, എന്ന് വെച്ചാൽ ചങ്കിലെ ചോര ഒഴുക്കി തന്ന് വിലയ്ക്ക് വാങ്ങിയ ആട്ടിൻകൂട്ടമായ നാം അവനോടൊപ്പം, അതായിരിക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവസാനത്തെ ലക്ഷ്യസ്ഥാനം. That would be a place of peace and joy and tranquility and serenity, with complete security in the presence of God. എത്ര ഭയങ്കരമായിരിക്കും. അവിടെയായിരിക്കും നമ്മുടെ ജീവിതം. ഞാൻ ഈ സീരീസ് ആരംഭിച്ച സമയം മുതൽ പറയുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഇടയനായി കർത്താവ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മുടെ ഇടയനായിട്ട് യേശുവിനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹീസ് ദ ഷെപ്പേർഡ് ഓഫ് അവർ സോൾസ്. ഹീസ് നോട്ട് ജസ്റ്റ് എനി ഷെപ്പേർഡ്. ഹി ഹോൾഡ്സ് 3 distinguishable divine roles as a shepherd. 3 പ്രത്യേക രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സോടുകൂടി 3 കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറിച്ച് വെക്കണം. നമ്പർ 1, ഹീസ് ദ ഗുഡ് ഷെപ്പേർഡ്. അവനാണ് നല്ല ഇടയൻ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല ഇടയൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇടയനുമായി ബന്ധപ്പെട്ട 3 പ്രധാന ടൈറ്റിലുകൾ. നമ്പർ 1, he is the good shepherd. John chapter 10 verse number 11. യോഹന്നാന്റെ സുവിശേഷം 10:11, I am the good shepherd. The good shepherd lays down his life for the sheep. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുന്നു. അത് പൊളിവാക്കായിട്ടല്ലല്ലോ യേശു പറഞ്ഞത്. ഇത് പറഞ്ഞ് അധികം താമസിയാതെ അവൻ ജീവൻ നൽകി. അവൻ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തു. ആടുകളെ, കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആടുകളെ അവൻ
ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു. 1 പത്രോസ് 1:18-19 വായിക്കുമ്പോൾ, പൊന്ന്, വെള്ളി തുടങ്ങിയ വീണ്ടെടുപ്പ് വില കൊടുത്തല്ല, അഴിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, രൂപമാറ്റം സംഭവിക്കുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ചുരുക്കി പറഞ്ഞ നാം, നിങ്ങളും ഞാനുമെല്ലാം യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് വിലയില്ലാത്തവരല്ല നമ്മൾ. ഏറ്റവും വില പിടിച്ച് തൻ്റെ രക്തം കൊടുത്താണ് നമ്മെ കർത്താവ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ വി ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ബീയിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. ദൂതന്മാരല്ല, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടവർ. കാരണം അവരുടെ വില യേശുവിൻ്റെ പ്രാണരക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് കർത്താവ് നല്ല ഇടയനാണ്. ജീവൻ നൽകി, രക്തം നൽകി വീണ്ടെടുത്തത് കൊണ്ട് ഹി ഹാസ് ബിക്കം ദ ഗുഡ് ഷെപ്പേർഡ്. നമ്പർ 2 എഴുതി വെക്കുക, ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. അവൻ മഹാ ഇടയനാകുന്നു. വാവ്! അവൻ ആരാണ്? മഹാ ഇടയനാകുന്നു. അങ്ങനെ ഈ ടൈറ്റിൽ നമ്മളാരും ഭൂമിയിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. മഹാ ഇടയനെന്നോ ദ ഗ്രേറ്റ് ഷെപ്പേർഡ് എന്നൊക്കെയുള്ള പേരുകൾ ഒരു ദൈവദാസന്മാരെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം that title belongs to the Lord Jesus. കർത്താവിൻ്റെ പേരാണത്, യേശു കർത്താവിൻ്റെ പേരാണ്. There is only one great shepherd in the whole universe, the great shepherd. Hebrews chapter 13 verse number 20. Now may the God of peace, who through the blood of the eternal covenant brought back from the dead our Lord Jesus, that great shepherd of the sheep. എബ്രായലേഖനം 13:20. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം, നിങ്ങൾ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവനെന്നേക്കും മഹത്വം. ആമേൻ. എത്ര ഭയങ്കര വചനമാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്നത് ഇതാണ്: ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. അണ്ടർലൈൻ ചെയ്യുക, എഴുതി വെക്കുക, പറയുക, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു, ആടുകളുടെ വലിയ ഇടയൻ. 1 ഗുഡ് ഷെപ്പേർഡ്. നമ്പർ 2 രണ്ടാമത്തത് ഗ്രേറ്റ് ഷെപ്പേർഡ്. എല്ലാവരും പറഞ്ഞ ഗുഡ് ഷെപ്പേർഡ്, ഗ്രേറ്റ് ഷെപ്പേർഡ്. അതായത് യേശു കർത്താവിന് മാത്രം കിട്ടുന്ന ചില ടൈറ്റിൽസ് ആണ് ഈ പറയുന്നത്. ഗുഡ് ഷെപ്പേർഡ്, ഗ്രേറ്റ് ഷെപ്പേർഡ്. അപ്പോൾ യേശു ഈ ഗ്രേറ്റ് ഷെപ്പേർഡ് ആകാനുള്ള കാരണം, ജീസസ് വാസ് resurrected as the great shepherd and he transforms his people to be like himself. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, തൻ്റെ ജനങ്ങളെ അവൻ തന്നെ പോലെയാക്കുന്നു. ഈ ഗ്രേറ്റ് ഷെപ്പേർഡിൻ്റെ പ്രത്യേകത, താൻ വിലയ്ക്ക് വാങ്ങിയ ജനങ്ങളെ അവൻ തന്നെ പോലെയാകുന്നു. അവർക്കൊരു രൂപമാറ്റം, അവൻ്റെ സ്വരൂപം, അവൻ്റെ ഇമേജിലേക്ക് അവൻ അവരെ വളർത്തിയെടുക്കുന്നു. നമ്പർ 3 the chief shepherd. The chief shepherd. 1 Peter chapter 5 and verse number 4. And when the chief shepherd appears, you will receive the crown of glory that will never fade away. അതുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 പത്രോസ് 5:4 വചനം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഒരുപക്ഷെ അതിന് മുമ്പൂടി വായിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതിന് മുമ്പെന്ന് വെച്ചാൽ 1 വചനം തുടങ്ങി തന്നെ വായിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാർ. ഈ മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ മൂപ്പിക്കുന്നവരല്ല, മൂത്തവരുമല്ല, പാസ്റ്റൽ കെയർ ചെയ്യുന്ന എൽഡേഴ്സിനെയാണ്, അതായത് ഇടയപരിപാലനം ചെയ്യുന്ന എൽഡേഴ്സിനെ തന്നെയാണ് മൂപ്പന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ എന്ന് വെച്ചാൽ പത്രോസ് തന്നെത്താൻ പറഞ്ഞ് ഞാനും ഒരു കൂട്ടുമൂപ്പനാണ് നിങ്ങളുടെ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. അപ്പോൾ ഒരു നല്ല ഇടയനുണ്ട്, ഒരു
ഗ്രേറ്റ് ഷെപ്പേർഡ്, ശ്രേഷ്ഠ ഇടയനുണ്ട്. അവൻ നിങ്ങളുടെ കയ്യിലേക്ക് തൻ്റെ ആട്ടിൻകൂട്ടത്തെ കുറേശ്ശെ ആയിട്ട് തന്നിരിക്കുക. ഒരാൾക്ക് 100, 200, 500 അല്ലെങ്കിൽ 50,000 എത്രയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് മേയ്ക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് സ്മോൾ ചർച്ച്, മീഡിയം ചർച്ച്, ബിഗ് ചർച്ച്, മെഗാ ചർച്ച്, ഗിഗാ ചർച്ച്, പലതും കാണും. ഓക്കെ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. മേയിക്കുക, മെയിൻലി തീറ്റിപ്പോറ്റുക, വെള്ളം കൊടുക്കുക, പരിപാലിക്കുക, ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുക, ദുരുപദേശത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തോ? നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടു കൂടിയല്ല, ഉന്മേഷത്തോടുകൂടെയും. അടുത്തത്, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നിട്ടാണ് പറയുന്നത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ദ ചീഫ് ഷെപ്പേർഡ്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ പരിപാലന ശുശ്രൂഷ ഈ ഭൂമിയിൽ തൻ്റെ ആയുസ്സിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ക്രൗൺ വെച്ചിട്ടുള്ളതായി പറയുന്നു. ഇടയശ്രേഷ്ഠൻ, ദ ചീഫ് ഷെപ്പേർഡാണ്, അല്ലെങ്കിൽ മുഖ്യ ഇടയനാണ് തരാൻ പോകുന്നത്. യേശുവിന് മാത്രമുള്ള ടൈറ്റിലാണ്. ചുരുക്കി പറഞ്ഞാൽ, ദ ചീഫ് ഷെപ്പേർഡ് കംസ് വിത്ത് റിവാർഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. കയ്യിൽ പ്രതിഫലവുമായിട്ടാണ് ഇടയശ്രേഷ്ഠൻ വരുന്നത്. ഈ ഇടയനെ നമ്മൾ ഇടയനായി അംഗീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് എന്തെല്ലാം ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നിത്യത വരെ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് അവനിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയുയർത്തി പറയുക, കർത്താവിൻ്റെ ഇടയനാകുന്ന. ഒരിക്കൽ കൂടെ നമുക്ക് ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് പിരിയാം. ഉറക്കെ വായിക്കണം. ഞാൻ മാത്രമല്ല, നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ വായിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്ന, എനിക്ക് മൂട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കൈകൾ ഉയർത്തി ഉറക്കെ പറയുക, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. അവസാനം നിത്യകാലം ഞാൻ കർത്താവിനോട് കൂടെ അവൻ്റെ ആലയത്തിൽ, സ്വർഗത്തിൽ വസിക്കും. കൈകൾ നീട്ടം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ 12 ദിവസത്തെ ഈ പോഡ്കാസ്റ്റ് ശ്രദ്ധിച്ച് എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച് ഇതിലെന്തെല്ലാം അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. കൂടെ ടോൺസ്ലൈറ്റിസ് വരുന്ന ആരെങ്കിലും ഉണ്ടോ? അഡ്നോയിഡിന് പ്രശ്നം വരുന്ന ആരെങ്കിലും ഉണ്ടോ? ആ ഭാഗത്ത് കൈവയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ പല ഭാഗങ്ങളിൽ വലിയ പരുക്കൾ പോലെ വന്ന് പൊട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. നട്ടലിൻ്റെ തകരാറുകളും വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കാൽമുട്ടിനകത്ത് ടയർ, ഒരു പക്ഷേ കാൽമുട്ട്, ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ പറഞ്ഞു കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കൈവെക്കുക. സൗഖ്യമാകട്ടെ. ഹിപ്പ് ജോയിൻ്റ് സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ. കേൾവി ശക്തി തിരിച്ചു വരട്ടെ. സംസാരശേഷി തിരിച്ചു വരട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ മിസ്സാകരുത്. നേരിട്ട് ഫിസിക്കലി വന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന എല്ലാവരും അങ്ങനെ തന്നെ, എക്സ്ക്യൂസ് ഒന്നുമില്ല. പറ്റാത്ത ദൂരെയുള്ളവർ, വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ദയവായി ഓൺലൈൻ സർവീസിൽ അറ്റൻഡ് ചെയ്യുക. ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു സീരീസുമായിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.